Dear friends, വെൽക്കം ടു പീപ്പിൾസ് അക്കാഡമി. ഇന്ന് ഈ എഴുതി കാണിച്ചിരിക്കുന്ന പോലെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 1 മുതൽ പുതിയ LDCയുടെ ലിസ്റ്റ് അവൈലബിൾ ആവുകയാണ്. പഴയ LDC ലിസ്റ്റ് ക്യാൻസൽ ആവുന്നു. 1-ാം തീയതി മുതൽ പുതിയ ലിസ്റ്റ് അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യും, ഉടനെ തന്നെ LDCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതുപോലെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ സിലബസ് എങ്ങനെയാണ് എന്ന് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം ഒന്ന് നോക്കാം. സിലബസ് കഴിഞ്ഞിട്ട് വേണം ബാക്കി എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം. സിലബസ് പ്രധാനമായിട്ട് ആദ്യം മെയിൻ സിലബസിനെ പ്രത്യേക പോയിന്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മാർക്കുകൾ വരുന്നത് എന്ന് നോക്കാം. നോക്കൂ, സിലബസിൽ ചരിത്ര ഭാഗത്ത് നിന്ന് 5 മാർക്കുണ്ട്, ഭൂമിശാസ്ത്രപരമായി 5 മാർക്ക്. ഇപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ചരിത്രത്തിനൊന്നും മാറ്റം വരുന്ന കാര്യമില്ല. അപ്പോൾ ചരിത്രത്തിൻ്റെത് 5 മാർക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കുക. ഭൂമിശാസ്ത്രപരമായി കറണ്ട് അഫയേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം മാറ്റമില്ലാത്ത കാര്യമാണ്. അടുത്ത് ധനതത്വശാസ്ത്രത്തിന് അതുപോലെ തന്നെ മാറ്റമില്ലാത്ത കാര്യമാണ്. ഇത് പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടും. ഇന്ത്യൻ ഭരണഘടനയും എന്ത് തന്നെയാണ്, മാറ്റമില്ലാത്തതാണ്. പഠിച്ചു വെക്കുക, ഇതായിട്ട് പഠിച്ച് ഓർത്തു വെക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അമെൻമെന്റുകൾ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ മാത്രമേ പുതിയതായിട്ട് ആഡ് ചെയ്ത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്, പഴയത് തന്നെയാണ്. അപ്പോൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ 5 മാർക്ക് സിമ്പിളായിട്ട് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത് കേരള ഭരണവും ഭരണ സംവിധാനവും. അപ്പോൾ കേരള ഭരണ സംവിധാനവും നിലവിലെ നിയമസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്, പഴയത് തന്നെയാണ്. അടുത്ത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് 6 മാർക്കുണ്ട്, ശ്രദ്ധിക്കുക, 6 മാർക്ക്. അടുത്ത ഫിസിക്സിന്റെ ഭാഗത്തുനിന്ന് 3 മാർക്ക്. അടുത്ത രസതന്ത്രം 3 മാർക്ക്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രസതന്ത്രം ആയിരുന്നാലും അത് തന്നെ ഭൗതിക ശാസ്ത്രം ആയിരുന്നാലും ജീവശാസ്ത്രം ആയിരുന്നാലും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഈ ജീവശാസ്ത്ര പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രോജക്റ്റുകളുണ്ട്. അതൊക്കെയാണ് ഇത് കറണ്ട് അഫയേഴ്സിന്റെ ബേസിൽ വരുമ്പോൾ അത് മാറ്റി വരുന്നത്. ഓക്കെ, അടുത്ത കലാ, കായികം, സാഹിത്യം, സാംസ്കാരികം. ഇതും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 2-3 മാറ്റങ്ങളുണ്ട്. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ് വരുന്നത്. 5 മാർക്കാണ് ആ ഭാഗത്ത് നിന്ന് വരുന്നത്. അടുത്ത കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലർക്കുമാരുടെയൊക്കെ എണ്ണം കുറഞ്ഞാണ് വരുന്നത്. എന്നാലും കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം അഭികാമ്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് 3 മാർക്ക്. അടുത്ത സുപ്രധാന നിയമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യം കൊണ്ടാണ് സുപ്രധാന നിയമങ്ങൾ. അപ്പോൾ അതിൽ 5 മാർക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ആനുകാലിക വിഷയങ്ങൾ. ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കൂ, 20 മാർക്ക് ഉണ്ട്. ഓർത്ത് വയ്ക്കുക, എത്ര മാർക്കാണ്, 20 മാർക്ക്. ഓക്കെ, അടുത്ത ലഘുഗണിതം, മാത്സിന്റെ ഭാഗത്ത് നിന്ന് എത്ര മാർക്കുണ്ട്, ഈ 10 മാർക്ക്. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 മാർക്കാണ് ഉള്ളത്. അടുത്ത ജനറൽ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്. പ്രാദേശിക ഭാഷ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് 20 മാർക്ക് ആനുകാലിക വിഷയങ്ങളിൽ നിന്നാണ്. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്ന ഭാഗങ്ങളിലേക്ക് സ്പ്ലിറ്റായി പോകുന്ന ഓർമ്മ വെച്ചോളണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ സിലബസിന്റെ പ്രധാന ഭാഗത്തിലേക്ക്, എന്തൊക്കെയാണ് ഈ സിലബസിനകത്ത്, ചരിത്രമായിരുന്നാലും ഭൂമിശാസ്ത്രപരമായിരുന്നാലും അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിന്റെ ഉള്ളറയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് പൊതുവിജ്ഞാനത്തിലെ ചരിത്രത്തിന് 5 മാർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് അത് വരുന്നതെന്ന് നോക്കാം. കേരളം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന. യൂറോപ്യന്മാരുടെ വരവൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയതായിട്ട് പഠിക്കുന്നവര് കേട്ടിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കുക. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരാണ് കടൽ മാർഗം ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശികൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ കരമാർഗം വന്നത് ആരെന്ന് ചോദിച്ചാൽ അറബികളാണ്. നിങ്ങൾ ജസ്റ്റ് ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യൂറോപ്യന്മാരുടെ സംഭാവനകള്, മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിച്ചിരിക്കണം. അടുത്ത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അടുത്ത
അടുത്ത കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ: കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം. ഓക്കെ, അപ്പൊ അത് പഠിച്ചെടുക്കാന്നുള്ളേ സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ്. സ്ഥിരമായിട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര കാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. ഓക്കെ, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അതിന്റെ പുനഃസംഘടനാ കമ്മീഷനുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര, വിദ്യാഭ്യാസ, സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. അടുത്ത ലോകത്തിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, ഇംഗ്ലണ്ട് മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ. അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. അടുത്ത രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, UN സംഘടനകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ഭൂമിശാസ്ത്രമായി അടുത്ത 5 മാർക്ക് കിട്ടുന്ന ഭൂമിശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. 5 മാർക്ക്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷത്തില് ഓരോ പാളികളുണ്ടല്ലോ, സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, പാറകൾ, ഭൗമ ഉപരിതലം, അന്തരീക്ഷ മർദ്ദം, കാറ്റും താപനിലയും. അന്തരീക്ഷ മർദ്ദവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ആഗോള താപനം, ആഗോള പ്രശ്നങ്ങൾ, ഋതുക്കൾ. അടുത്ത വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങള്, സമുദ്രചലനങ്ങള്, ഭൂഖണ്ഡങ്ങള്, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ. ഈ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും യുദ്ധം നടക്കുന്ന സമയമുണ്ടല്ലോ, യുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറുകൾ വരുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ലോകരാഷ്ട്രങ്ങൾ അവരുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് വരുന്നത്. കാരണം എന്ന് പറയുന്നത്, ഈ ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് വ്യാപാര കരാറൊക്കെ നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് വാർത്തകൾ സ്ഥിരമായിട്ട് പത്രങ്ങളിൽ വരും. അപ്പൊ അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് ആ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ നടത്തിയത്, വ്യാപാര കരാർ നടത്തിയത്, അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് അതിന്റെ തലസ്ഥാനം, ആ രാജ്യത്തിന്റെ തലസ്ഥാനം, അതിന്റെ നിലവിലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി, അതിന്റെ ഔദ്യോഗിക പുഷ്പമുണ്ടെങ്കിൽ അത്, ഔദ്യോഗിക മൃഗമുണ്ടെങ്കിൽ അത്, അതൊക്കെ കണക്ട് ചെയ്ത് വരുന്നതാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യയുമായി കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഔദ്യോഗിക പുഷ്പമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുമായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷത. ഇന്ത്യൻ ഭൂപ്രകൃതി വരുമ്പോൾ കൃത്യമായിട്ട് അറിയാലോ, ഉത്തര പർവ്വമേഖല, നദികള്, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക ഭൂപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്, റോഡ്, ജല, റെയിൽ, വ്യോമ സംവിധാനം. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഓർത്തു വയ്ക്കുക. ഇത്രയും ചോദ്യത്തിൽ നിന്നാണ്, ഇത്രയും ഭാഗത്തു നിന്നാണ് 5 മാർക്ക് വരുന്നത് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത കേരളവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ ഭൂപ്രകൃതി, ജില്ലകളുടെ സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥിരമായി PSC ചോദിക്കുന്നതാണ്, ഓർത്തു വയ്ക്കുക. മണ്ണ് ഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഓർത്ത് വയ്ക്കുക. അടുത്ത് ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്സുകള്, റോഡ്, ജലം, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനം കേരളത്തിലെ. ഓക്കെ, അടുത്ത ധനതത്വശാസ്ത്രത്തില് വരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ. സ്ഥിരമായിട്ട് ഇഷ്ടപ്പെട്ട ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ. ഓരോ പഞ്ചവത്സര പദ്ധതിയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ആണ് 2015 നിലവിൽ വന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. നവസാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി, ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം സ്ഥിരമായിട്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എക്സാമുകളിൽ
സ്ഥിരമായിട്ടൊരു ചോദ്യം വരുന്നുണ്ട് ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട് MS സ്വാമിനാഥനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഭരണഘടനയെ 5 മാർക്ക്, ഷുവർ 5 മാർക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചാൽ എവിടെയായിരുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങള്, നിർദ്ദേശക തത്വങ്ങള്, മൗലിക കടമകള്, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത് 42, 44, 52, 73, 74, 86, 91. അടുത്ത പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഈ പഞ്ചായത്ത് രാജ് കിടിലായിട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. കാരണം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ, അതായത് ഒരു പുതിയ വാർഡുകളൊക്കെ രൂപീകരിച്ചത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് കേരളം ഭരണവും ഭരണ സംവിധാനവുമാണ്. 5 മാർക്കാണ്. അത് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ നോക്കുക, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ സ്ഥിരം ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വരാനുള്ള കാരണം. അടുത്ത തണ്ണീർത്തട സംരക്ഷണം, തൊഴിൽ, ജോലി, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷിതത്വം. ഓക്കെ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ജീവശാസ്ത്ര ഭാഗത്തു നിന്ന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ് വരുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകവും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ. അടുത്ത ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണെന്ന് പറഞ്ഞു. ഒരു ടോപ്പിക് ഇത്ര വാസ്റ്റ് ടോപ്പിക് ആണെങ്കിലും 3 മാർക്കാണ് അതിന് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ പഠിച്ചിരിക്കുക. ഭൗതികശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തോത്, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്റ്റൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്ഥിരമായിട്ടൊരു ചോദ്യം ISROയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രകാശത്തിന്റെ ഭാഗത്ത് നിന്ന് ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. R=2F എന്ന സമവാക്യം ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. കാരണം അതിന്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വരാനുള്ള കാരണമെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, എക്സ്റേസ്, UVs, IR റേസ്, അതുപോലെ ഫോട്ടോ. അടുത്ത ശബ്ദം എന്ന ഭാഗത്തുനിന്ന് വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തനം, പ്രതിപതനം. ഓക്കെ, അടുത്ത ബലത്തിന്റെ ഭാഗത്തുനിന്ന് വിവിധ തരം ബലങ്ങൾ, ഹർഷണത്തിന്റെ ഉപയോഗവും ദോഷങ്ങളും, ദ്രാവക മർദ്ദം, പ്ലവക ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, അപേക്ഷിത സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്തര ബലം, പ്രതല ബലം. അടുത്ത ഗുരുത്വാകർഷണ ഭാഗത്തുനിന്ന് അഭികേന്ദ്ര ബലം, അഭികേന്ദ്ര ബലം, അതുപോലെ ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ഭൂമിയുടെ വിവിധ തലങ്ങളിലുള്ള ജിയുടെ മൂല്യം, അതായത് ഗ്രാവിറ്റിയുടെ മൂല്യം, താപത്തിന്റെ ഭാഗത്ത് താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. അടുത്ത പ്രവൃത്തിയുടെ ഭാഗത്തുനിന്ന് ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ ഉത്തോലകങ്ങൾ. അടുത്ത രസതന്ത്രത്തിന്റെ ഭാഗത്തുനിന്ന് 3 മാർക്കാണ് വരുന്നത്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരം, വാതക നിയമങ്ങൾ, അക്വറിജി. അടുത്ത മൂലകങ്ങളുടെ ഭാഗത്തുനിന്ന് ആവർത്തന പട്ടിക. സ്ഥിരമായിട്ട് പഠിച്ചു വയ്ക്കുക. ആവർത്തന പട്ടികയിൽ നിന്ന് ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ആവർത്തന പട്ടികയുടെ എല്ലാ എലമെന്റും നമ്മൾ എല്ലാ കണ്ടന്റും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. എലമെന്റ്സ് ആയിരുന്നാലും അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടേംസും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത് ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിത സംയുക്തങ്ങൾ. അടുത്ത ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡ്, ആൽക്കലി, pH മൂല്യം, ആൽക്കലോയിഡ്. ഓക്കെ,
അടുത്ത കല, കായികം, സാഹിത്യം, സാംസ്കാരിക ഭാഗത്തുനിന്ന് 5 മാർക്കുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കലയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ എന്താണ് സാംസ്കാരിക തലസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ സാഹിത്യ അക്കാദമി, അതുപോലെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കും. പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ വ്യക്തികൾ, പ്രശസ്തമായ കലാകാരന്മാര്, പ്രശസ്തമായ എഴുത്തുകാർ. അടുത്ത കായിക ഭാഗത്ത് വരുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വാർത്താ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇവരെ സ്ഥിരമായിട്ട് വാർത്തകളിൽ കാണുമെങ്കിൽ ആ ചോദ്യം എന്തുണ്ടാവും, പരീക്ഷയ്ക്ക് ഉണ്ടാവുമെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്ത പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് ഉണ്ടായിരിക്കണം. അടുത്ത പ്രധാന ട്രോഫികൾ പഠിച്ചു വയ്ക്കുക. കായിക ഇനവുമായി ബന്ധപ്പെട്ട ട്രോഫികൾ പഠിച്ചു വയ്ക്കുക. പ്രധാന കായിക ഇനങ്ങൾ പഠിച്ചു വയ്ക്കുക. പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, ക്രിക്കറ്റിൽ എത്ര പേര്, ഹോക്കിയിൽ എത്ര പേര്, കബഡിയിൽ എത്ര പേര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കളികളുമായി ബന്ധപ്പെട്ട ഓരോ പദങ്ങൾ ചോദിക്കും. ഏത് കളിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ചൈനാമാൻ ഏത് ഇനവും ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്ത ഒളിമ്പിക്സിലെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയികൾ, കായിക താരങ്ങൾ. ഇതിൽ പ്രശസ്തമായ വിജയികൾ സാധാരണ ഇതിൽ വരാൻ സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന താരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ്, അതേപോലെ പാരാഒളിമ്പിക്സ്. അടുത്ത ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അതിന്റെ വേദികൾ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് നടക്കുന്നതെന്ന് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, ഇതര വസ്തുക്കൾ, ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് എവിടെ നടക്കുന്നു, ഏത് സംസ്ഥാനത്ത് നടക്കുന്നു, 2025 എവിടെ നടക്കുന്നു, 2026 എവിടെ നടക്കുന്നു, ഇന്ത്യയുടെ സ്ഥാനം എത്ര, ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥാനം എത്രയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഗെയിംസ് ഇനങ്ങൾ, മത്സര താരങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിനെയും കായിക ഇനങ്ങളും അവരുടെ വിനോദങ്ങളും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മയിലേക്ക് വന്ന് കാണും. അതായത് കറണ്ട് അഫയേഴ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ രാജ്യങ്ങളും അവയുടെ കായിക ഇനങ്ങളും ബാക്കി വിവരങ്ങളും എഴുതണമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഗുഡൻസ് ആണ് ഏതിൽ കിട്ടുന്നത്, ഓരോ രാജ്യത്തിന്റെ ദേശീയ കായിക ഇനങ്ങൾ എന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നത് നമ്മൾ പഠിച്ചു വയ്ക്കാം. അടുത്ത സാഹിത്യവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിന്റെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ചോദിക്കുന്നത് അവാർഡ് കിട്ടിയ ഏറ്റവും അടുത്ത കാലത്ത് അവാർഡ് കിട്ടിയ ഏതെങ്കിലും കൃതികളും അതിലെ കഥാപാത്രങ്ങൾ ചോദിക്കാം. അടുത്ത ഏറ്റവും അടുത്ത കാലത്ത് മരണപ്പെട്ട ഏതെങ്കിലും വ്യക്തികളും അവരുടെ കൃതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കാം. ഓക്കെ. അടുത്ത പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹനായ എഴുത്തുകാർ, കൃതികൾ. അടുത്ത ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ല്, പ്രധാന സംഭാവന നൽകിയ മലയാള സിനിമയും ദേശീയ അവാർഡും. ഓക്കെ. അടുത്ത സാംസ്കാരിക ഭാഗത്തുനിന്നാണ്. സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. അടുത്ത കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാര്, അവരുടെ സംഭാവനകൾ. അടുത്ത കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് 3 മാർക്കാണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, നെയിം ആൻഡ് യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസ്, നെയിം ആൻഡ് യൂസസ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, എക്സാമ്പിൾ, അതിന്റെ ഫീച്ചേഴ്സ്. അടുത്ത സോഫ്റ്റ്വെയർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് പഠിക്കുക. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകൾ, വേർഡ് പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് ഓഫീസറിൽ ആവശ്യമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കണം. അതിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കേണ്ടതാണ്. വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റ പാക്കേജ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റർ, യൂസസ്, ഫീച്ചേഴ്സ്, അതിന്റെ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്, അതിന്റെ ഓരോന്നിനും പഠിച്ചു വയ്ക്കുക. അടുത്ത ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട്, അതുപോലെ കൺട്രോൾ ട്രാൻസ്ഫർ. അടുത്ത ലാംഗ്വേജ് നീഡ് നോട്ട് ബി കൺസിഡർ, അതായത് ലാംഗ്വേജ് C++, അതൊക്കെ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അടുത്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, MAN, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, നെറ്റ്വർക്ക് ഡിവൈസ്, മീഡിയ, അതുപോലെ
മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, യൂസസ് ഓഫ് ഈച്ച്. അതായത് ഇതെല്ലാം ഓഫീസുകളിൽ ആവശ്യം വരുന്ന സാധനങ്ങളായതുകൊണ്ടാണ് എന്താണ് ഈ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇന്റർനെറ്റ് സർവീസസ്, WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിനുകൾ, അതുപോലെ സോഷ്യൽ മീഡിയ, എക്സാമ്പിൾ ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക് ഇ ഗവേൺസ്. ഓക്കെ, അടുത്ത സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് സൈബർ ക്രൈം ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട് ടൈപ്പ് ഓഫ് ക്രൈംസ്, അതിന്റെ IT ആൻഡ് അതർ ലോസ് ആൻഡ് അവയർനെസ് ലെവൽ. ഓക്കെ, അടുത്ത സുപ്രധാന നിയമങ്ങൾ 5 മാർക്കുണ്ട്. ഏതൊക്കെയാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പഠിച്ചു വയ്ക്കാം. ഇപ്പൊ മുമ്പ് അങ്ങനെ സുപ്രധാന നിയമങ്ങളെന്ന് സ്പെസിഫൈ ചെയ്ത് പറയത്തില്ലായിരുന്നു, ഇപ്പൊ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എക്സ്റ്റംപ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, പവർ ആൻഡ് ഫംഗ്ഷൻ. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ, റൈറ്റ് ഓഫ് കൺസ്യൂമർ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒരു സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇപ്പോൾ ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് ST അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ST ആൻഡ് കേരള സ്റ്റേറ്റ് ST കമ്മീഷൻസ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. അടുത്ത പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് വുമൺ, അതുമായിട്ട് ബന്ധപ്പെട്ട് വനിതകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഫൻസ് അഫക്റ്റിംഗ് പബ്ലിക് ഡീസൻറ്റി ആൻഡ് മോറൽ. അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൻസ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡ് ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോ ആക്ട് 2012. ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത അനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് സ്കോർ ചെയ്യുന്ന അനുകാലിക വിഷയം. അടുത്ത ലഘുഗണിതം, മാത്സിലേക്ക് പോവാണ്. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ലഘുഗണിതത്തിൽ 5 മാർക്ക്. ഏതൊക്കെയാണ്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻ, അത് ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ശതമാനം ചോദ്യങ്ങൾ, ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സാധാരണ പലിശയും കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അംശവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോസിഷൻ. അടുത്ത സമയവും ദൂരവുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോർഷനാണ് കേട്ടോ. സമയവും ദൂരവുമായി, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, ആവറേജുമായി ബന്ധപ്പെട്ട ചോദ്യം, കൃത്യങ്ങൾ, ലോ ഓഫ് എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട, ജാമിതീയ രൂപങ്ങളെ, ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തവുമായി ബന്ധപ്പെട്ട മെഷർമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അടുത്ത പ്രോഗ്രഷനുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത മാനസിക ശേഷിയും അതുപോലെ നിരീക്ഷണ പാഠവും പരിശോധിക്കുന്ന 5 മാർക്ക് ചോദ്യമാണ്. ശ്രേണികളും, സംഖ്യാശ്രേണികളും, അക്ഷര ശ്രേണികളും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അടുത്ത സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭാഗങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്, ഡീകോഡിങ്, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, ദിശോപാതവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, ക്ലോക്കിലെ സമയവും കോണളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ക്ലോക്കിലെ സമയവും പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കലണ്ടറിന്റെ തീയതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ വൊക്കാബുലറി 5 മാർക്ക്. ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, ഡിഫറെന്റ് പാർട്ട് ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ആർട്ടിക്കിൾ, ഇൻക്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് ഓക്സിലറി വെർബ്, വെർബുകളുടെ ഉപയോഗം, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റ് ആൻഡ് ജെറണ്ട്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, പ്രിപ്പോസിഷൻ, ദി യൂസ് ഓഫ് കോറിലേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അടുത്ത വൊക്കാബുലറി ഭാഗത്തുനിന്ന് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, word formation from the other words and the use of prefix and suffix. At the compound word, synonyms, same meaning. Synonym means same meaning. Antonym, opposite. Plural verb, phrasal verb. At the foreign words and phrases, one word substitution, words of confuse ഉണ്ടാക്കുന്ന വേർഡ്സുകൾ, സ്പെല്ലിംഗ് കറക്ഷൻ. ഓക്കെ, അടുത്ത് മലയാള ഭാഗത്തുനിന്ന് 10 മാർക്കാണ് വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, എന്താണ്? പിരിച്ചെഴുതുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് സിലബസിൽ ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെയാണ്. അതായത് undertaking that all the topic above may be covered in the no understanding no undertaking. അതായത് യാതൊരു ഉറപ്പുമില്ല എന്ത് ചെയ്യണം, ഇതിൽ പറഞ്ഞിരിക്കുന്ന സിലബസിലുള്ള എല്ലാം ഉൾപ്പെടുമെന്ന് യാതൊരു ഉറപ്പും നൽകുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്ന ഭാഗമാണ് സിലബസ് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെ പഠിക്കണം, പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ചെയ്യേണ്ടത് ഡെയിലി ടൈം ടേബിൾ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവണം, കൃത്യമായിട്ട് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാവണം. ഈ ഡെയിലി ടൈം ടേബിളിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിഷയങ്ങളും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന എല്ലാ വിഷയങ്ങളും എന്തിനുണ്ടാവണം, ഡെയിലി ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ് ചെയ്തിരിക്കണം, അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അടുത്ത് ചെയ്യേണ്ട കാര്യം SCERT NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് എന്ത് ചെയ്യുക, പഠിക്കുക, ടെസ്റ്റ് പഠിക്കുക, സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്ത് PQ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിരിക്കണം. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട പ്ലാനാണ്. ഈ ഡെയിലി റുട്ടീനിൽ വരുന്ന കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇത് തന്നെ സ്ഥിരമായിട്ട് ചെയ്തിരിക്കണം. ഏറ്റവും അവസാനത്തെ പോയിന്റ്, റിവിഷൻ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ എത്ര പഠിക്കുന്ന ആളാണെന്ന് വെച്ചാലും എന്ത് ചെയ്യും, കാര്യങ്ങൾ മറന്നുപോകും. എത്ര IQ ഉണ്ടായിരുന്നാലും കാര്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അതിന് വിജയമുണ്ടാവൂ എന്ന് കൂടി മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു ദിവസം, ഹോൾഡ് ഓൺ ടു യുവർ ഡ്രീംസ്, വൺ ഡേ ഇറ്റ് വിൽ കം ട്രൂ. ഈ കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അടുത്തൊരു ഭാഗം കൂടെ നോക്കാം. എന്നിട്ട് കഴിഞ്ഞ തവണ എത്ര നിയമനങ്ങൾ നടന്നു എന്നുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയാം. LD ക്ലാരിംഗ് ലിസ്റ്റിലെ നിയമന നിലകൾ, നിലവിലെ നിയമന നിലകൾ, ഓരോ ജില്ലകളും ജില്ലാ അടിസ്ഥാനത്തിൽ നിയമന ശുപാർശയുമാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റിലുണ്ടായിരുന്നത് 2596 പേരാണ്. നിയമന ശുപാർശ ലഭിച്ചത് 1189. ജോയിൻ ചെയ്യാത്തവര് 270 പേര് ജോയിൻ ചെയ്തിട്ടില്ല. അടുത്ത കൊല്ലം ജില്ലയിൽ ലിസ്റ്റിലുണ്ടായിരുന്നത് 1602 പേരാണ്. നിയമന ശുപാർശ ലഭിച്ചത് 812. ജോയിൻ ചെയ്യാത്തവര് 191. പത്തനംതിട്ട ജില്ലയിൽ 1132 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. നിയമന ശുപാർശ ലഭിച്ചത് 613. ജോയിൻ ചെയ്യാത്തത് 148. അടുത്ത ആലപ്പുഴ ജില്ലയിൽ 1390 പേര് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. 690 പേര് നിയമന ശുപാർശ ലഭിച്ചു. 123 ജോയിൻ ചെയ്തില്ല. കോട്ടയം ജില്ലയിൽ 1686 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 724 പേര് എന്ത് ചെയ്തു, നിയമന ശുപാർശ ലഭിച്ചു. 159 പേര് ജോയിൻ ചെയ്തില്ല. അടുത്ത ഇടുക്കി ജില്ലയിൽ നോക്കാം. ഇടുക്കി ജില്ലയിൽ 1162 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 570 പേര് നിയമന ശുപാർശ ലഭിച്ചു. 69 പേര് ജോയിൻ ചെയ്തില്ല. അടുത്ത എറണാകുളം ജില്ലയിലെ 2308 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. 1151 പേർക്ക് അഡ്വൈസ് പോയി. 230 പേര് ജോയിൻ ചെയ്തില്ല. തൃശ്ശൂർ ജില്ലയിലെ 2080 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 1006 അഡ്വൈസ് പോയി. 171 പേര് ജോയിൻ ചെയ്തില്ല. അഥവാ NJD നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ് NJD എന്ന് പറയുന്നത്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത പാലക്കാട് ജില്ലയിൽ 1186 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 896 പേർക്ക് അഡ്വൈസ് പോയി. 207 പേര് ജോയിൻ ചെയ്തില്ല. മലപ്പുറം ജില്ലയിലെ 2012 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 976 പേർക്ക് അഡ്വൈസ് പോയി. 190 പേര് ജോയിൻ ചെയ്തില്ല. കോഴിക്കോട് ജില്ലയിൽ 1979 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 907 പേര് അഡ്വൈസ് പോയി. 169 പേര് ജോയിൻ ചെയ്തില്ല. വയനാട് ജില്ലയിൽ 678 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 362 പേർക്ക് അഡ്വൈസ് പോയി. 62 പേര് ജോയിൻ ചെയ്തില്ല. കണ്ണൂർ ജില്ലയിൽ 1943 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 926 പേർക്ക് അഡ്വൈസ് പോയി. 245 പേര് ജോയിൻ ചെയ്തില്ല. കാസർഗോഡ് ജില്ലയിൽ 1064 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 374 പേര് അഡ്വൈസ് പോയി. 79 പേര് ജോയിൻ ചെയ്തില്ല. ആകെ 23,518 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. 11,197 അഡ്വൈസ് പോയി. 2,313 പേര് ജോയിൻ ചെയ്തില്ല എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.